നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുമ്പളയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ 6 പ്രതികൾ കുറ്റക്കാർ. ശിക്ഷാവിധി തിങ്കളാഴ്ച. ഉപ്പളയിൽ പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 7.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചകൾ പെരുകുന്നതിൽ ആശങ്ക. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ കാസർഗോഡ് കോൺഗ്രസ് പ്രതിഷേധം. അമിത്ഷായുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ബന്ദിയോട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നാടിന് സമർപ്പിച്ചു. ക്രിസ്തുമസ് പുതുവർഷം പ്രമാണിച്ച് സംസ്ഥാനത്താകെ ഡിസംബർ 21-ന് സ്പെഷ്യൽ ചന്തകൾ ആരംഭിക്കുമെന്ന് മന്ത്രി. സോഷ്യൽ പോലീസ് വിംഗ് ഡിവിഷൻ കാസർഗോഡ് ചൈൽഡ് ആൻഡ് പോലീസ് പ്രൊജക്ട് 2 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി. വയലും വീടും ഹരിത പുരസ്കാരം ഡോക്ടർ സന്തോഷ് കൂക്കളിന്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് 22-ന് സമ്മാനിക്കും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പളയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 2 കണ്ടെത്തി. കേസിൽ 2 പേരെ വെറുതെ വിട്ടു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. മൊഗ്രാൽ പേരാൽ പൊട്ടോരി മൂലയിലെ അബ്ദുൽ സലാമിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ കുമ്പള ബദ്രിയ നഗറിലെ മാങ്ങാമുടി സിദ്ദിഖ്, ഉമർ ഫാറൂഖ്, പെർവാഡിലെ സഹീർ, പേരാലിലെ നിയാസ്, പെർവാഡ് കോട്ടയിലെ ലത്തീഫ്, ആരിക്കാടി ബംബ്രാണിയിലെ ഹരീഷ് എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 2 കണ്ടെത്തിയത്. കേസിലുൾപ്പെട്ട അരുൺകുമാർ, ഖലീൽ എന്നിവരെ വെറുതെ വിട്ടു. 2017 ഏപ്രിൽ 30-ന് വൈകിട്ടാണ് അബ്ദുൽ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സലാമിനൊപ്പമുണ്ടായിരുന്ന നൌഷാദിനും കുത്തേറ്റിരുന്നു. ഇയാളെ വീണുകിടക്കുന്ന നിലയിൽ കാണപ്പെട്ട സ്ഥലത്ത് നിന്നും 50 മീറ്റർ അകലെയാണ് സലാമിൻ്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടത്. മുൻ കുമ്പള പഞ്ചായത്ത് അംഗം BA മുഹമ്മദിന്റെ മകൻ പേരാൽ പൊട്ടോരിയിലെ ഷഫീഖിനെ കൊലപ്പെടുത്തിയ കേസിലും കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ വാഹനം കത്തിച്ച കേസിലും പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൽ സലാം. സലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളിലൊരാളായ മാങ്ങാമുടി സിദ്ദിഖിനെ വീടുകയറി ആക്രമിച്ച സംഭവവും ഉണ്ടായിരുന്നു. ഇതിലുള്ള വിരോധത്തിലാണ് സലാമിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കേസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചകൾ പെരുകുന്നതിൽ പൊറുതുമുട്ടി ജനങ്ങൾ. ഒടുവിലായി ഉപ്പള ഹിദായത്ത് ബസാറിലെ മഹിൻ ഹാജി റോഡിന് സമീപം താമസിക്കുന്ന പ്രവാസി മൊയ്തീൻ കുഞ്ഞിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട് കുത്തിത്തുറന്ന് 7.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ നിന്നും കവർന്നു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൂട്ടിക്കിടക്കുന്ന വീടുകളെ ലക്ഷ്യമാക്കി കവർച്ചകൾ പെരുകുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. ഏറ്റവും ഒടുവിലായി ഉപ്പള ഹിദായത്ത് ബസാറിലെ മാഹിൻ ഹാജി റോഡിന് സമീപം താമസിക്കുന്ന പ്രവാസിയായ മൊയ്തീൻ കുഞ്ഞിയുടെ വീട് കുത്തിത്തുറന്നാണ് കവർച്ച നടന്നത്. വീടിൻ്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും വാതിലുകൾ കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ ഇവിടെ നിന്നും കവർന്നു. മൊയ്തീൻ കുഞ്ഞിയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം ബന്ധുക്കളെ സന്ദർശിക്കുവാൻ പോയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ 2 വാതിലുകളും തകർന്ന നിലയിൽ കാണുകയായിരുന്നു. അകത്ത് കയറി പരിശോധിച്ചപ്പോൾ 7.5 പവൻ സ്വർണം കവർന്നതായി മനസ്സിലാകുകയായിരുന്നു. മഞ്ചേശ്വരം പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് എത്തിയും പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. പ്രദേശത്ത് കവർച്ചകൾ പെരുകുന്ന സാഹചര്യത്തിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെടണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നുമുള്ള ആവശ്യം ശക്തമാകുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കണ്ണൂർ ADM-ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ പൊതുസമൂഹത്തിന് കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി അഭിപ്രായപ്പെട്ടു. മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി ടൗണിൽ നടന്ന സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി ടൗണിൽ സമാപന പൊതുയോഗം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ADM-ആയിരുന്ന K നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുവാൻ പൊതുസമൂഹത്തിന് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.
നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വ്യക്തമായി പറയാൻ കഴിയുമെന്നും അതുകൊണ്ടാണ് CPM-ഉം കേരള സർക്കാരും CBI അന്വേഷണത്തെ എതിർക്കുന്നതെന്നും KM ഷാജി ആരോപിച്ചു. സമാപന യോഗത്തിൽ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മെഹബൂബ് IT അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് DCCയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് DCCയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിൽ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രകടനത്തിനു ശേഷം പ്രവർത്തകർ അമിത്ഷായുടെ കോലം കത്തിക്കുകയും ചെയ്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത സംഭവം രാജ്യത്തെ ഭരണഘടനയ്ക്കേറ്റ ആഘാതമാണെന്നും രാജ്യത്തെ ജനങ്ങൾ അമിത്ഷായ്ക്കും BJP സർക്കാരിനും മാപ്പ് നൽകില്ലെന്നും PK ഫൈസൽ പറഞ്ഞു. രാജ്യം ഭരിക്കുന്ന BJPയോട്, നരേന്ദ്രമോദിയോട്, അമിത്ഷായോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നു, ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ എന്ത് കേസെടുത്താലും ശ്രീ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും അദ്ദേഹത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ച് രാജ്യത്ത് മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M രാജീവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി K നീലകണ്ഠൻ, K ഖാലിദ്, മനാഫ് നുള്ളിപ്പാടി, A വാസുദേവൻ, ജവാദ് പുത്തൂർ, മിനി ചന്ദ്രൻ, A ഷാഹുൽ ഹമീദ്, M പുരുഷോത്തമൻ നായർ, ജമീല അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബന്ദിയോട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നാടിന് സമർപ്പിച്ചു. ക്രിസ്തുമസ് പുതുവർഷം പ്രമാണിച്ച് സംസ്ഥാനത്താകെ ഡിസംബർ 21-ന് സ്പെഷ്യൽ ചന്തകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ക്രിസ്തുമസ് പുതുവർഷം പ്രമാണിച്ച് സംസ്ഥാനത്താകെ ഡിസംബർ 21-ന് സ്പെഷ്യൽ ചന്തകൾ ആരംഭിക്കുമെന്ന് ബന്ദിയോട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കവേ മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ പറഞ്ഞു. ഉത്സവ നാളുകളിൽ ആരംഭിക്കുന്ന ഇത്തരം സ്പെഷ്യൽ ചന്തകളും സപ്ലൈകോയുടെ 1700ഓളം ഔട്ട്ലെറ്റുകളിലൂടെയും മാർക്കറ്റിലെ വിലവർധന പരമാവധി പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 20 രൂപയ്ക്ക് കമ്പനികൾ 1 ലിറ്റർ വെള്ളം വിൽക്കുമ്പോൾ ഗവൺമെന്റ് 10 രൂപയ്ക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് തീരുമാനമെടുത്ത് നടപ്പാക്കും. ഇതാണ് മാർക്കറ്റിന്റെ ഇടപെടൽ. മാർക്കറ്റിലെ വില നിശ്ചയിക്കാൻ അധികാരം ഗവൺമെന്റ് ഇല്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. പക്ഷേ വലിയ വലിയ സ്ഥാപനങ്ങൾ, കമ്പനികൾ ഓരോ ദിവസവും വില കൂട്ടുമ്പോൾ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ബദൽ സംവിധാനമായിട്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. AKM അഷ്റഫ് MLA അധ്യക്ഷത വഹിച്ചു. മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമത്ത് റുബീന ആദ്യ വിൽപ്പന നടത്തി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശോകൻ, മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ റഷീദ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹാരിസ് പൈവളികെ, രാമകൃഷ്ണ കടമ്പാർ, DMK മുഹമ്മദ്, TA മൂസ, സുനിൽ അനന്തപുരം, താജുദ്ദീൻ മൊഗ്രാൽ, മെഹമ്മൂദ് കൈക്കമ്പ, രാഘവ ചേരാൽ, അഹമ്മദ് അലി കുമ്പള, പ്രിജു K ബള്ളാർ, മനോജ് മഞ്ചേശ്വരം, സിദ്ദിഖ് കൊടിയമ്മ, ജെയിംസ് കണിപ്പള്ളി, TK കുഞ്ഞാമു, നാഷണൽ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സപ്ലൈകോ കോഴിക്കോട് മേഖലാ ഓഫീസർ PC അനൂപ് സ്വാഗതവും കാസർഗോഡ് ജില്ലാ സപ്ലൈ ഓഫീസർ KK മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ചൈൽഡ് ആൻഡ് പോലീസ് പ്രൊജക്ട് ഇതളിന്റെ 2 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി. കാസർഗോഡ് GUP സ്കൂളിൽ തുടിപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കാസർഗോഡ് നഗരസഭ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു.
സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ചൈൽഡ് ആൻഡ് പോലീസ് പ്രൊജക്റ്റായ ഇതളിന്റെ ഭാഗമായി കാസർഗോഡ് GUP സ്കൂളിൽ തുടിപ്പ് എന്ന പേരിലുള്ള 2 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ജില്ലകളിലും എല്ലാ നഗരങ്ങളിലും ഈ ഒരു ആശയം കൊണ്ടുവരാൻ വേണ്ടി ഇവരെ ഇതിനെ പ്രചോദിപ്പിച്ചത് കാരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ കുട്ടികളുടെ മനസ്സുകൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവരുടെ മനസ്സുകളിലേക്ക് നന്മയും തിന്മയും എന്താണോ നമ്മൾ നിറച്ചു കൊടുക്കുന്നത് അത് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സമയമാണ് ഈ പ്രായം എന്ന് പറയുന്നത്. 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സുകളിലേക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് എന്താണോ നൽകപ്പെടുന്നത് അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കാസർകോട്ടെ പോലീസ്. നമുക്ക് അഭിമാനിക്കാം. നമുക്ക് ആടാനും പാടാനും ആസ്വദിക്കുവാനും നന്മ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വെച്ച് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ദൗത്യം. ആ ദൗത്യത്തിന്റെ ക്യാമ്പാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് D. ശില്പ മുഖ്യാതിഥിയായിരുന്നു. ക്യാമ്പ് ഡയറക്ടർ ശ്രീകുമാർ A. ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ മധുസൂദനൻ TV മുഖ്യ പ്രഭാഷണം നടത്തി. ലോഗോ പ്രകാശനവും ഇതൾ പ്രൊജക്റ്റിനെക്കുറിച്ചുള്ള വിശദീകരണവും കാസർഗോഡ് അഡീഷണൽ SP ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. K. രജനി, K. ശ്രീലത ടീച്ചർ, VS ബിജുരാജ്, V. ദിനേശ, നളിനാക്ഷൻ P, അഗസ്റ്റിൻ ബർണാഡ് മൊന്തേരോ, നിർമ്മൽ കുമാർ കാടകം, KC ലൈജുമോൻ, അശ്വിത ഗോകുൽ, നവമിക NG എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് D. വിമലകുമാരി സ്വാഗതവും ഇതൾ കൺവീനർ സർവമംഗള റാവു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ പെരിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വയലും വീടും കൂട്ടായ്മയുടെ വയലും വീടും ഹരിത പുരസ്കാരം ഡോക്ടർ സന്തോഷ് കുമാർ കൂക്കലിന് 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഡിസംബർ 22 പെരിയ ആയമ്പാറയിൽ നടക്കുന്ന വയലും വീടും ഹരിത സംഗമത്തിൽ ഉദുമ മുൻ MLA K. കുഞ്ഞിരാമൻ സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിയണ്ണിക്ക് സമീപത്തെ ജലത്തുകയയിൽ ജനിച്ച് സർക്കാർ സ്കൂളിൽ പഠിച്ച് ശാസ്ത്രലോകത്ത് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ സന്തോഷിൻ്റെ നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആൽഗകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജലത്തിലെ മാലിന്യ നിർമ്മാർജ്ജനവും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ നീക്കം ചെയ്യലുമെന്ന പ്രത്യേക വിഷയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സന്തോഷ് കൂക്കൽ ബയോഡീസൽ ഉൽപ്പാദന ഗവേഷണ രംഗത്തും തൻ്റേതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. 10,000 രൂപയും പ്രശസ്തി പത്രവുമടങ്ങുന്ന അവാർഡ് ഡിസംബർ 22 പെരിയ ആയമ്പാറയിൽ നടക്കുന്ന വയലും വീടും ഹരിത സംഗമത്തിൽ ഉദുമ മുൻ MLA K. കുഞ്ഞിരാമൻ സമ്മാനിക്കും. തൃശൂർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗവാസ് രാഗേഷ് സംഗമം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വയലും വീടും കുടുംബാംഗം പത്മശ്രീ സത്യനാരായണ ബളേരി, മികച്ച അധ്യാപകനുള്ള പുരസ്കാരം നേടിയ ബാലൻ കുന്നുമ്മൽ എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇപ്രാവശ്യത്തെ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് കർഷക കുടുംബത്തിൽ തന്നെ ജനിച്ച ഡോക്ടർ സന്തോഷ് കുമാർ കൂക്കളാണ്. അദ്ദേഹം ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി ന്യൂഡൽഹിയിൽ മെറ്റബോളിക് എഞ്ചിനീയറിംഗ് റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സയൻറ്റിസ്റ്റാണ്. ജീവശാസ്ത്രത്തിലും അതുപോലെ മെറ്റബോളിക് എഞ്ചിനീയറിംഗിലും ജൈവ സാങ്കേതിക വിദ്യയിലും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും വിലയേറിയ ഗവേഷണ പ്രബന്ധങ്ങൾ നിരവധി അന്താരാഷ്ട്ര ജേണലുകൾ ഹൈ റേറ്റ് ഇമ്പാക്റ്റ് റേറ്റുള്ള അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായി. ഇതിനു പുറമെ കാർഷിക വിളകളുടെ ജൈവ വൈവിധ്യ ശേഖരണം, പ്രത്യേകിച്ച് കമുകിൻ്റെ വിവിധ തരത്തിലുള്ള ജനിത വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ 24 വർഷമായിട്ട് ഫോറസ്ട്രി, അതായത് പ്രത്യേകിച്ച് മരങ്ങളുടെ ജൈവ വൈവിധ്യങ്ങളെ കളക്ട് ചെയ്യുകയും അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുകയും നട്ടു വളർത്തുകയൊക്കെ ചെയ്ത് ഏതാണ്ട് ഇരിയണ്ണിയും ചുറ്റുഭാഗത്തുള്ള വനപ്രദേശങ്ങളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജൂറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ K. ചന്ദ്രൻ, വയലും വീടും ഭാരവാഹികളായ ജനാർദ്ദനൻ പാണൂർ, കണ്ണാലയം നാരായണൻ, രവീന്ദ്രൻ കൊടക്കാട്, A. ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരുമായി 1993-94 SSLC B ബാച്ച്
വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി വാട്ടർ പ്യൂരിഫയർ കം കൂളർ സമർപ്പിച്ചാണ് 1993-94 SSLC B ബാച്ച് മാതൃകയായത്. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരുമായി 1993-94 SSLC B ബാച്ച് വാട്ടർ പ്യൂരിഫയർ കം കൂളർ സമർപ്പിച്ചു. ഈ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും നിലവിൽ പട്ലയിലെ വാർഡ് മെമ്പറും കൂടിയായ നസീറ മജിദ് വാട്ടർ പ്യൂരിഫയർ കം കൂളർ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബൂബക്കർ P, SMC ചെയർമാൻ ഷാഫി പാറ, ഹെഡ്മിസ്ട്രസ് ജസീന്ത ജോൺ, സീനിയർ അസിസ്റ്റന്റ് മധുസൂദനൻ N, സീനത്ത് K, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി വാട്ടർ പ്യൂരിഫയർ കം കൂളർ സമർപ്പിച്ച 1993-94 SSLC B ബാച്ചിൻ്റെ സ്നേഹസ്പർശം മികച്ച മാതൃകാ പ്രവർത്തനമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുളമ്പ് രോഗം മൂലം കറവ പശുക്കൾക്ക് നാശമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ക്ഷീരസംഘങ്ങളിലെ കർഷകർക്ക് പുതുതായി പശുക്കളെ വാങ്ങുന്നതിനുള്ള പദ്ധതിയിൽ റിവോൾവിംഗ് ഫണ്ട് വിതരണം നടത്തി. തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയം ഹാളിൽ നടന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. തടിയൻകോവൽ, പോത്താംകണ്ടം, നിടുമ്പ, മാണിയാട്ട്, നാലിലാംകണ്ടം ക്ഷീര കർഷക സഹകരണ സംഘങ്ങൾക്ക് കീഴിലുള്ള കർഷകർക്ക് 2 വീതം കറവ പശുക്കളെ വാങ്ങുന്നതിനുള്ള പലിശരഹിത വായ്പയായാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ജില്ലയിൽ ആദ്യമായാണ് റിവോൾവിംഗ് ഫണ്ട് പദ്ധതി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. 5 ക്ഷീരസംഘങ്ങൾക്ക് 80,000 രൂപ വീതമാണ് കൈമാറിയത്. ഒരു സംഘത്തിലെ 2 കർഷകർക്ക് 40,000 രൂപ വീതമാണ് റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്യുന്നത്. തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയം ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഫണ്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ K രമ്യ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുജാത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, T വിജയലക്ഷ്മി, ക്ഷീരസംഘം പ്രസിഡന്റ് CT കൃഷ്ണൻ, സെക്രട്ടറി KV സിന്ധു, കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി ബാബു അപ്യാൽ, മനീഷ തിയേറ്റേഴ്സ് പ്രസിഡന്റ് VM നാരായണൻ എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ 2 പശുക്കളുടെ വിതരണം ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു. 10 ക്ഷീരസംഘങ്ങൾക്ക് കഴിഞ്ഞ വർഷം റിവോൾവിംഗ് ഫണ്ട് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നെല്ലിക്കുന്ന് GVHSS ഫോർ ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷം സമാപനത്തിലേക്ക്. 1 വർഷം നീണ്ടുനിന്ന ആഘോഷം ജനുവരിയിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികളോടെ സമാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ സമാപന വിളംബര ജാഥ പുലിക്കുന്നിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി സ്കൂൾ പരിസരത്ത് സമാപിക്കുന്ന രീതിയിൽ നടത്തുവാൻ തീരുമാനിച്ചു. നെല്ലിക്കുന്നിലെ കാസർഗോഡ് GVHSS ഫോർ ഗേൾസിലെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷം ജനുവരിയിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികളോടെ സമാപിക്കും. ജനുവരി 9-ന് സമാപന വിളംബര ജാഥ പുലിക്കുന്നിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി സ്കൂൾ പരിസരത്ത് സമാപിക്കും. 10-ന് രാത്രി ജില്ലാതല ഒപ്പന, തിരുവാതിര മത്സരങ്ങൾ, സമാപന ദിവസമായ 11-ന് അധ്യാപക സംഗമം, പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. ചടങ്ങിൽ മന്ത്രിമാർ, MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെ സംബന്ധിപ്പിക്കുവാനും സ്കൂളിൽ ചേർന്ന വിവിധ സബ് കമ്മിറ്റികളുടെയും അധ്യാപക രക്ഷകർതൃ കമ്മിറ്റികളുടെയും യോഗം തീരുമാനിച്ചു. യോഗം KM ഹനീഫ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. സാബിറ എവറസ്റ്റ്, ഹസൈനാർ തളങ്കര, ഷാഫി തെരുവത്ത്, മുജീബ്, നുസൈബ, സുബൈർ പടപ്പ്, ഭാവന, അൻവർ, K ഹമീദ്, P ശരത്, സിയാദ്, AM ഇസ്മായിൽ, ഖദീജത്ത് സാക്കിയ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രിൻസിപ്പൽ M രാജീവൻ സ്വാഗതവും പ്രധാനാധ്യാപിക സവിത ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. GHSS ആലമ്പാടി സ്കൂൾ 2006-07 SSLC ബാച്ചിൽ പഠിച്ചവർ 2025 ജൂൺ 14-ന് ആലമ്പാടി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വിവിധങ്ങളായ പരിപാടികളോടെ നടത്തപ്പെടുന്ന ഗ്രാൻഡ് മീറ്റപ്പിന്റെ ലോഗോ നീലേശ്വരം കയ്യൂർ കയാക്കിംഗ് പാർക്കിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ക്ലാസ് അധ്യാപകരായ രാമകൃഷ്ണൻ, സുനിൽ, മുനീർ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. GHSS ആലമ്പാടി സ്കൂളിൽ 2006-2007 SSLC ബാച്ചിൽ പഠിച്ചവർ 2025 ജൂൺ 14-ന് ആലമ്പാടി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മീറ്റപ്പിൽ ഒത്തുകൂടുന്നു. വിവിധങ്ങളായ പരിപാടികളോടെ നടത്തുന്ന ഗ്രാൻഡ് മീറ്റപ്പിൻ്റെ ലോഗോ പ്രകാശനം നീലേശ്വരം കയ്യൂർ കയാക്കിംഗ് പാർക്കിൽ നടന്നു.
അധ്യാപകരായ രാമകൃഷ്ണൻ മാഷ്, സുനിൽ മാഷ്, മുനീർ മാഷ് എന്നിവർ ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഗ്രാൻഡ് മീറ്റപ്പിൽ എല്ലാ അധ്യാപകരും പങ്കെടുക്കും. അവർക്കുള്ള സ്നേഹാദരവും സമ്മാനിക്കും. ഒന്നിച്ച് ബാച്ചിൽ പഠിച്ചവരിൽ 2 സഹപാഠികൾ മരണപ്പെട്ടിരുന്നു. അവരുടെ കുടുംബത്തിനുള്ള സഹായവും കൈമാറും. ടൈംസ്, മോട്ടിവേഷൻ ക്ലാസ്, ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉബ്രംഗ്ല ശ്രീ ഐവർ വിഷ്ണുമൂർത്തി ചാമുണ്ഡി ദേവസ്ഥാനത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം ഞായറാഴ്ച തുടങ്ങും. 30 വരെ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്രഹ്മശ്രീ ദേലമ്പാടി ഗണേശതന്ത്രിയുടെ കാർമ്മികത്വത്തിലായിരിക്കും ഉത്സവത്തിന്റെ ഭാഗമായുള്ള വൈദിക ചടങ്ങുകൾ നടക്കുക. 22 മുതൽ 25 വരെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശാഭിഷേകവും 30 വരെ കളിയാട്ട മഹോത്സവവുമാണ് നടക്കുക. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കുമെന്നും ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഡിസംബർ 22 മുതൽ ഡിസംബർ 30 വരെ വിവിധ ധാർമ്മിക സാംസ്കൃതിക പരിപാടികളോട് കൂടി നമ്മുടെ കളിയാട്ട മഹോത്സവവും അതിനേക്കാളും മുമ്പ് പുനർപ്രതിഷ്ഠ മഹോത്സവവും നടക്കാറുണ്ട്. 22-ന് കുറ്റിപൂജ, 23-ന് ക്ഷേത്ര തന്ത്രിവര്യരായ ബ്രഹ്മശ്രീ ദേലമ്പാടി ശ്രീ ഗണേശ തന്ത്രി ഇവരുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ 23-ന് ആരംഭിക്കും. 25-ന് രാവിലെ 10:12 ശുഭമുഹൂർത്തത്തിൽ ശ്രീ ദൈവങ്ങളുടെ പുനർപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കും. അന്ന് രാത്രി 8 മണിക്ക് ശേഷം ദൈവങ്ങളുടെ നടാവളി അഥവാ നടോതി ഉത്സവം ഉണ്ടാകും. ഹരിനാരായണ സീരന്തടുക്ക, ചന്ദ്രശേഖരക്കുറുപ്പ്, തമ്പാൻ ആനക്കല്ല്, സുനിൽ അനന്തപുരം, അഖിലേഷ് നഗുമുഖം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ജീർണോദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരണത്തിലേക്ക്. ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ് സേവയും മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ നടക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രഹ്മകലശോത്സവ സമിതി ക്ഷേത്ര ഹാളിൽ യോഗം ചേർന്നു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരണത്തിലേക്കെത്തിയതോടെ ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവത്തിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെയാണ് ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവവും മൂടപ്പ സേവയും നടക്കുക. ഉത്സവകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രഹ്മ കലശോത്സവ സമിതിയുടെ യോഗം ക്ഷേത്ര ഹാളിൽ ചേർന്നു. ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മകലശോത്സവ പരിപാടി അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപസമിതികൾ എല്ലാം രൂപീകരിച്ചു കഴിഞ്ഞു. ബ്രഹ്മകലശോത്സവത്തിൻ്റെ പഞ്ചായത്ത് തലത്തിലുള്ള കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകൾ, അത് പഞ്ചായത്ത് തലത്തിലുള്ള സമിതികൾ, ആഘോഷ കമ്മിറ്റികൾക്ക് രൂപം നൽകി. ബ്രഹ്മ കലശോത്സവ സമിതി ജനറൽ സെക്രട്ടറി ജയദേവ കണ്ടികെ ഉത്സവ കാര്യങ്ങൾ വിശദീകരിച്ചു. സെക്രട്ടറി നാരായണയ്യ, മീഡിയ ചെയർമാൻ രാജീവൻ നമ്പ്യാർ എം, കൺവീനർ അനന്തരാമ പി, രഞ്ജിത്ത് മന്നിപ്പാടി, ശ്യാമ മധ്യസ്ഥ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കളം പള്ളിയാൽ കുഞ്ഞിച്ച തറവാട് കുടുംബസംഗമം 24-ന് ബാലടുക്കം ചെർക്കളയിലെ വിൻവാലി റിസോർട്ടിൽ നടക്കും. കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9 മണിക്ക് പതാക ഉയർത്തുന്നതോടെയാണ് കുടുംബസംഗമത്തിന് തുടക്കമാകുക. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ സി അഹമ്മദ് ഹാജി കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാഗത സംഘം ജനറൽ കൺവീനർ PA അബ്ദുല്ല ടോപ്പ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് നടക്കുന്ന ഉദ്ബോധനം കുടുംബ പരിചയം വേദിയിൽ പ്രമുഖർ സംസാരിക്കും. മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, ക്ലാസുകൾ, കലാപരിപാടികൾ, വിനോദ പരിപാടികൾ, ഓപ്പൺ ഫോറം തുടങ്ങിയ വിവിധ പരിപാടികൾ കുടുംബസംഗമത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. ഡിസംബർ 24-ാം തീയതി മറ്റന്നാൾ ചൊവ്വാഴ്ച കുടുംബസംഗമ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, നടക്കുകയാണ്. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു കുടുംബ ചരിത്രത്തിൻ്റെ പാരമ്പര്യവുമായി കൊണ്ടാണ് ഞങ്ങൾ ഈ സംഗമത്തിലേക്ക് പോകുന്നുള്ളൂ. 9 തലമുറ ഇതിനിടയിൽ കടന്നു പോയിട്ടുണ്ട്.
CA അഹമ്മദ് ഹാജി അസ്മാസ്, BA അബ്ദുല്ല ടോപ്പ്, ഹാരിസ് തായൽ, ഇബ്രാഹിം ബാലടുക്ക, KA മുഹമ്മദ് കുഞ്ഞി, സിദ്ദിഖ് തായൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രം ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് 25-ന് തുടക്കമാകും. ജനുവരി 1 വരെയാണ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. പ്രസിദ്ധമായ തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് ഡിസംബർ 25-ന് തുടക്കമാവും. ജനുവരി 1 വരെ തീയതികളിൽ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. 24-ന് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. 25-ന് ആചാര്യ വരവേൽപ്പ്, തുടർന്ന് വിഗ്രഹപ്രതിഷ്ഠ, സാംസ്കാരിക സദസ്സ് തുടങ്ങിയവ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. ഡിസംബർ 30-ന് രുക്മിണി സ്വയംവരം ഘോഷയാത്ര നടക്കും. പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്ര ഭണ്ഡാര വീട്ടിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. ജനുവരി 1-ന് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് സമാപനം കുറിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര വിപണികൾ ആരംഭിക്കുന്നു. കാസർഗോഡ് ജില്ലാ വിപണി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ 24-ന് പ്രവർത്തനം ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിലൂടെയും ത്രിവേണി ജില്ലാ ആസ്ഥാനങ്ങളിലും ക്രിസ്തുമസ് പുതുവത്സര വിപണി ആരംഭിക്കുന്നു. ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ 10 ദിവസക്കാലം നിൽക്കുന്ന വിപണിയാണ് കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്നത്. കൺസ്യൂമർ ഫെഡ് കണ്ണൂർ റീജിയനിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 15 കേന്ദ്രങ്ങളിലാണ് ക്രിസ്തുമസ് പുതുവത്സര വിപണി സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലാ വിപണി കാഞ്ഞങ്ങാട് ടൗൺ അലാമിപ്പള്ളി പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. 24-ന് നഗരസഭാധ്യക്ഷ KV സുജാത ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ VK രാജൻ, ജില്ലാ മാർക്കറ്റിംഗ് മാനേജർ KV വേണുഗോപാലൻ, അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ K സുധീർ ബാബു, മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ബാബുരാജ്, N പ്രിയേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ B സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുണർത്തുന്ന ക്രിസ്തുമസ് ദിനത്തെ വരവേറ്റ് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രി ഡോക്ടർ അഖിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ B സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ WNC കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും നവവത്സരാശംസകളും ക്രിസ്മസ് ആശംസകളും നേരുന്നു. അവർക്ക് നല്ല ആരോഗ്യവും വർക്ക് ചെയ്യാനുള്ള, ജോലി ചെയ്യാനുള്ള നല്ലൊരു മനസ്സും അന്തരീക്ഷവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ ആശുപത്രിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സൂര്യ ഗായത്രിയെ ഉപഹാരം നൽകി ആദരിച്ചു. സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സായി പ്രിയ ഉപഹാരം സമ്മാനിച്ചു. നഴ്സിംഗ് സൂപ്രണ്ട് മിനി ജോസഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ KM രമേശൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് അനിത T എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി രാജീവൻ K സ്വാഗതവും ഷമീൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് അഭിലാഷ്, സാൻവിക എന്നിവരുടെ നേതൃത്വത്തിൽ കരോൾ ഗീതവും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുമ്പളയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ 6 പ്രതികൾ കുറ്റക്കാർ. ശിക്ഷാവിധി തിങ്കളാഴ്ച. ഉപ്പളയിൽ പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 7.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചകൾ പെരുകുന്നതിൽ ആശങ്ക. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ കാസർഗോഡ് കോൺഗ്രസ് പ്രതിഷേധം. അമിത്ഷായുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ബന്ദിയോട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നാടിന് സമർപ്പിച്ചു. ക്രിസ്തുമസ് പുതുവർഷം പ്രമാണിച്ച് സംസ്ഥാനത്താകെ ഡിസംബർ 21-ന് സ്പെഷ്യൽ ചന്തകൾ ആരംഭിക്കുമെന്ന് മന്ത്രി. സോഷ്യൽ പോലീസ് വിംഗ് ഡിവിഷൻ കാസർഗോഡ് ചൈൽഡ് ആൻഡ് പോലീസ് പ്രൊജക്ട് 2 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി.
വയലും വീടും ഹരിത പുരസ്കാരം ഡോക്ടർ സന്തോഷ് കൂക്കളിന് 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് 22-ന് സമ്മാനിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.